ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഇപ്രാവശ്യം വീഡിയോ ലേറ്റായി ഗൈസ്. ചില വർക്ക് കാര്യങ്ങളായിട്ട് പെട്ടിട്ട് വീഡിയോ വരാൻ ലേറ്റായി. അപ്പോൾ നമ്മളിത് ഒരാഴ്ച മുന്നെടുത്ത വീഡിയോ ആണ്, അതായത് രാമശ്ശേരി കുമ്മാട്ടിക്കെടുത്ത വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും കുമ്മാട്ടിക്ക് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ റെഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ ഫുൾ ഓഫ് തിരക്കായിരുന്നു. അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടി പോണ ആ ഒരു വൈബ് എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പറായിരുന്നു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പോയി നിൽക്കുന്ന സ്ഥലത്ത് തൊഴുതിയിട്ട് അവിടെ പോയി നിന്നു. പക്ഷേ അവിടെ നല്ല ക്രൗഡാവാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ കുറച്ച് അപ്പുറത്തൊരു വീടുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിൻ്റെ അവിടെ പോയി നിന്നപ്പോൾ എല്ലാം കാണാമെന്ന മട്ടിൽ ഞങ്ങൾ അവിടെ നിന്ന് മാറിയിട്ട് ആ വീട്ടിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നു. അവിടെ നിന്ന് നോക്കിയ എല്ലാ കാര്യങ്ങളും കാണും നന്നായിട്ട്. അപ്പോൾ ഈ തിരക്കിൽ പോയിട്ട് ഒരാൾ ഫ്രണ്ടിൽ വന്ന് നിന്നു, അത് കാണാൻ പറ്റാത്ത ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ വല്ലാത്ത സങ്കടമുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് എപ്പോഴും അനുഭവിക്കും. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് അതൊന്നും ഉണ്ടായില്ല സത്യത്തിൽ പറഞ്ഞാൽ. അങ്ങനെ ഓരോ വേലകളായിട്ട് വരുമായിരുന്നു. പക്ഷേ ഈ വർഷത്തെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഗൊറീലാസ് ബൊമ്മകൾ നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞു വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അടുക്കലേ പോയില്ല സത്യം പറഞ്ഞു വെച്ചാൽ. പിന്നെ പോപ്പേഴ്സ് അതുപോലെ തന്നെ ലൈറ്റ് സെറ്റിങ്സ് എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ കുറച്ച് തെയ്യത്തിൻ്റെ ഡാൻസ് പോലത്തെ ഇതെന്താണെന്നുള്ളത് എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് വിടുക ഗൈസ്. പിന്നെ അങ്ങനെ അതായത് ബാൻഡ് സെറ്റ്, തപ്പട്ട, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് വന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ പറയുക, ഇതാണ് അതാണ് മറ്റ് ചെയ്യാം. പക്ഷേ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, നല്ല വൈബായിരുന്നു. അത് എങ്ങനെയാണ് പറയാമെന്നുള്ളത് സത്യത്തിൽ അറിഞ്ഞാൽ. പിന്നെ നമ്മൾ മെയിൻ താരമായിട്ടുള്ള നമ്മുടെ ആന എൻട്രി കൊടുക്കുന്നു ഗൈസ്. പക്ഷെ ആന ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ ഒരു കാട്ടിക്കൂട്ടലുണ്ടാവും ഇവിടെ. പക്ഷേ ഇപ്രാവശ്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് മതിലിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഇതാണ് അതാണ് അങ്ങനെയാണ് ഇത് ചെയ്യുക അങ്ങനെയാണ് വൈദ്യുതി കുറച്ച് ഷോക്കായി. അങ്ങനെ ഞങ്ങളത് ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ വേലയ്ക്ക് വന്നിട്ട് മൊത്തത്തിൽ 2 വേലയാണ്. ഫസ്റ്റ് വേല കഴിഞ്ഞു, ഇനിയിപ്പോൾ സെക്കൻഡ് വേല സ്റ്റാർട്ടായിരിക്കുകയാണ്. അതിലും ഇതുപോലെ കുറച്ച് അതായത് ടെഡീസുകൾ കാര്യങ്ങൾ നല്ല രസമുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു വെച്ചാൽ കാണാൻ. അതിനെ കാണുമ്പോൾ പേടിയാവുകയും ചെയ്യും. കുട്ടികളൊക്കെ പക്ഷെ ഭയങ്കരമായിട്ട് കരഞ്ഞു. പക്ഷെ എന്നാലും നമുക്ക് നല്ല വൈബ് കിട്ടുന്ന ഒരു സംഭവം. ഇപ്പം ഈ വർഷത്തെ ഒരു പ്രത്യേകത ആണെന്ന് പറയാം ആ ടെഡീസ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു DJ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിലും ഒരു ആന ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം എല്ലാ വേലയും അത്യാവശ്യം കഴിയാറായി. പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൊട്ടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവസാനിക്കല ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം കണ്ടു. പിന്നെ ആന ജസ്റ്റ് ഒന്ന് തിരിഞ്ഞതും വൈദ്യുതി ഇറങ്ങി ഓടി ഗൈസ്. അങ്ങനെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആന വന്ന് ഒറ്റ തിരിച്ചിലായിരുന്നു. പകുതി പേര് പേടിച്ചു സത്യത്തിൽ പറഞ്ഞു വെച്ചാൽ. നമ്മളവിടെ പേടിച്ചില്ലെന്നല്ല, കുറച്ച് അപ്പുറത്ത് മാറി നിന്നു, അത്രേ ഉള്ളൂ. എന്തിനാ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അതിനേക്കാളും നല്ലത് മിണ്ടാതിരിക്കണതല്ലേ. അപ്പോൾ ഈ വരുന്ന ആന വന്നും കൊണ്ട് ഒറ്റ തിരിഞ്ഞൽ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ പേടിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ അവർ ഫുൾ ഓഫ് ഫൺ ആൻഡ് എൻജോയ്മെൻറ്റോടുകൂടി ആ ദിവസം എന്ന് പറയുന്നത് അങ്ങനെ പോയി തന്നെ സത്യത്തിൽ പറയാം. അങ്ങനെ വേലകളൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോവാണ്. അതാണല്ലോ മെയിൻ പരിപാടി. അപ്പോൾ നമ്മൾ പോയിട്ട് കാളൻ, പാനിപൂരി, പേൽപൂരി ഇതാണല്ലോ നമ്മുടെ മെയിൻ സാധനം. അപ്പോൾ വൈത്തി, ഞാൻ, മഞ്ഞ, അനീത്തി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരേ ഡിഷ് ഓർഡർ ചെയ്ത് ബോറടിക്കലുകൊണ്ട് എല്ലാവരും ഓരോ ഡിഷ് ഓർഡർ ചെയ്തിട്ട് എല്ലാവരും ഓരോന്നായിട്ട് എടുത്ത് കഴിച്ചു ഗൈസ്. അടിപൊളി, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെറൈറ്റി ഓഫ് ടേസ്റ്റ്. പിന്നെ അച്ഛനും അമ്മയ്ക്കും അവർക്കുള്ള പരിപാടി എന്താ പറയുക, ഹൽവ വാങ്ങുക. അപ്പോൾ അവരും അത് വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ അടുത്തായിട്ട് പോയ കടയ്ക്ക് പോയി കടല വാങ്ങിച്ചു. പിന്നെ കുലുക്കി സർബത്ത് കുടിക്കാൻ പോയി. ആക്ച്വലി അവിടെ തിരക്ക് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അങ്ങനെ അതിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. പിന്നെ ഞാൻ വഴിനീളം ഐസ്ക്രീം വീടെത്തുന്നവരെയൊന്നും ഉണ്ടാതിരിക്കാൻ പറ്റില്ല, കാരണം അത് അലിഞ്ഞു പോവും. പിന്നെ അതും പറയണ്ടേ, എൻ്റെ കയ്യിലത് വെച്ച സമാധാനം ഉണ്ടാവില്ല. അപ്പം ഞാനത് പൊട്ടിച്ചിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട്, നമ്മൾ പിന്നെ ഷെയർ ആൻഡ് കെയർ ആണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് കഴിച്ചിട്ട് കഥയും പറഞ്ഞിട്ട് ഇങ്ങനെയായാലോ അങ്ങനെയായാലോ ഇതായാലോ പറഞ്ഞിട്ട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ട് വീടെത്തി ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ.